ഹലോ ഹായ് എവ്രി വൺ, എല്ലാവർക്കും ഷീവാസ് ട്രാവൽ സ്റ്റോറിയിലേക്ക് സ്വാഗതം. വാഗമണിൻ്റെ വേറെ ഒരു നല്ലൊരു വ്യൂ പോയിന്റിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇവിടുന്ന് മലനിരകളും കുറച്ച് നദിയും അതിൻ്റെ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള വ്യൂവും കാണാം. വണ്ടി നമ്മൾ എടുക്കുന്ന വണ്ടിയും കൊണ്ട് വരാൻ പറ്റില്ല, ഇവിടുന്ന് ജീപ്പ് ഹയർ ചെയ്തിട്ട് വേണം വരാൻ. പക്ഷേ ഇടുക്കി കോട്ടയം ജില്ലയിൽ സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് വാഗമൺ എന്ന് പറയുന്ന സ്ഥലം. വാഗമണിലെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത്. പൈൻ ഫോറസ്റ്റും തങ്ങൾപ്പാറയും മൊട്ടക്കുന്നും ഒക്കെ. അതൊക്കെ നമ്മൾ വണ്ടി കൊണ്ടാണ് പോകുന്നതെങ്കിൽ ആ വണ്ടിയിൽ തന്നെ നമുക്ക് പോയി നമ്മുടെ ഒരു സൗകര്യത്തിന് പോയി കണ്ട് തിരിച്ചു വരാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. ഒരു നല്ല റോഡും നല്ല അവിടെ വണ്ടി കൊണ്ട് പോകാൻ വളരെ ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് അതൊക്കെ. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പൈൻ ഫോറസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാ 20 വർഷങ്ങളും ആകുമ്പോഴും അത് കട്ട് ചെയ്ത് കളയുന്ന നമ്മുടെ ഇന്ത്യൻ കറൻസി ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അതിൻ്റെ പൾപ്പിൽ നിന്നാണ് ഇന്ത്യൻ കറൻസി ഉണ്ടാക്കുന്നത്. അതാണ് പൈൻ ഫോറസ്റ്റിൻ്റെ ഒരു പ്രത്യേകത. തങ്ങൾപ്പാറ ഒരു മുസ്ലിം തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. അതുകൂടാതെ അതിൻ്റെ അവിടെ നിന്ന് കാണാൻ പറ്റുന്ന വ്യൂ പോയിന്റ് വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഒരു 3500 അടി സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അതിന് താഴോട്ട് നോക്കിയാൽ ചുറ്റും തേയിലത്തോട്ടങ്ങളും പിന്നെ കോട ഉള്ള സമയത്താണെങ്കിൽ കോട നിറഞ്ഞിരിക്കുന്ന ആകാശം താഴെയും നമ്മൾ മുകളിൽ നിൽക്കുന്ന ഒരു ഫീൽ ഒക്കെ കിട്ടുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഈ ലിങ്കിൽ കാണാം. ഈ യൂഷ്വൽ പോകുന്ന ഒരു വ്യൂ പോയിന്റ്സ് അല്ലാതെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഓഫ് റോഡ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ അവിടെ ഉണ്ട്. നമ്മൾ പോകുന്നതിന് മുന്നേ അറിയില്ലായിരുന്നു, പോയപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ അതിന് പ്രത്യേകിച്ചും അതിൻ്റെ ജീപ്പിലാണ് അത് അവിടത്തേക്കൊക്കെ കൊണ്ടുപോകുന്നത്. കുറച്ചുകൂടെ അഡ്വഞ്ചറൈസ് ആയിട്ടുള്ള ആൾക്കാർ ബൈക്കിലൊക്കെ പോകുന്ന കണ്ടു. പക്ഷേ അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി അവർ ഓൺ ദ വേയിൽ അത് ഫേസ് ചെയ്യുന്നതും കണ്ടു. പിന്നെ ബൈക്ക് സ്കിഡായിട്ടും വീണിട്ടും ഒക്കെ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം നമ്മൾ കാണാൻ പോകുമ്പോൾ കുറേ ഡിഫിക്കൽട്ടീസ് ഇല്ലാണ്ട് ആ സ്ഥലങ്ങൾ കൂടെ കാണണം എന്നുള്ളൊരു ഇഷ്ടം മനസ്സിലുള്ളവരാണെങ്കിൽ അങ്ങനെ കൂടുതൽ അഡ്വഞ്ചറസ് ആയിട്ട് പോകാണ്ട് ഒരു 1500-2000 രൂപയ്ക്കാണ് അവർ ഈ ഓഫ് റോഡിങ്ങിൻ്റെ ഒരു ജീപ്പ് സർവീസ് ഉള്ളത്. എല്ലാ വാഗമണിൻ്റെ സിറ്റീൻ്റെ ടൗണിൻ്റെ അടുത്തും എല്ലാ ജംഗ്ഷനിലും ഒക്കെ അവിടെ അതിൻ്റെ ഓഫ് റോഡിങ്ങിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ലോക്കലായിട്ടുള്ള ഏതെങ്കിലും ടീ ഷോപ്പിലൊക്കെ കയറി കഴിഞ്ഞാൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാലും അവരുടെ അടുത്ത് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ടാകും. ഒരു 3 തൊട്ട് 4 മണിക്കൂർ വരെ, ഒരു 3-3.5 മണിക്കൂർ വരെയാണ് ഈ ഓഫ് റോഡിങ് പോകാൻ പറ്റുന്ന ഒരു സമയം. അത് നമുക്ക് എത്ര സമയമുണ്ടോ അതിന് അനുസരിച്ച്. പക്ഷേ ആ ജീപ്പ് ഡ്രൈവ് ചെയ്യുന്ന അവരുടെ സ്കില്ല് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള റോഡ് തന്നെയായിരുന്നു. വളരെ നാരോ റോഡായിരുന്നു. പിന്നെ കുറേ ജീപ്പ് ഒരേ വഴി പോകുന്നുണ്ട്. അപ്പോൾ അത്രയും നാരോ ആയ റോഡിലെ കൂടെ മുന്നിൽ നിന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ജീപ്പ് വരുന്നുണ്ടെങ്കിൽ അതിനൊന്ന് സൈഡ് കൊടുത്ത് പോകാമെന്നൊക്കെ പറയുന്നത് വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. പോയി എത്തിപ്പെടേണ്ടതും വളരെ ഡിഫിക്കൽട്ടായിരുന്നു. അപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആ ഒരു ജീപ്പിലുള്ള ഒരു ട്രാവൽ. അതിൻ്റെ കുറച്ച് വ്യൂ പോയിൻറ്റ്സുമാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്.
ഉളുപ്പുണ്ണി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഇത്. ഇവിടുന്ന് കാണാൻ പറ്റുന്നത് ഒന്ന് ചുറ്റും ഉള്ള ഒരു കുറേ മൊട്ടക്കുന്നുകൾ കാണാം. അതുകൂടാതെ ഒത്തിരി ദൂരം വരെ അൺടച്ച്ഡ് ആയിട്ടുള്ള ഫോറസ്റ്റ് നമുക്ക് കാണാം. അത് കൂടാണ്ട് ഒരു വ്യൂ പോയിന്റ് കൂടെ അവിടെ ഉള്ളത് ആ ഇടുക്കി ഡാമിൻ്റെ ഒരു ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ്. അതിൻ്റെ ചുറ്റും നന്നായിട്ട് പുല്ല് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മുടെ ഒരാളുടെ ഹൈറ്റിൽ തന്നെ പുല്ല് വളർന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ചുകൂടി ശ്രദ്ധിച്ചു പോയി ആ പോയിന്റിൽ നിന്ന് ദൂരെ കാണുന്നതാണ് ഇടുക്കി ഡാമിൻ്റെ ഒരു ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള വ്യൂ പോയിന്റ്. ആ പുല്ല് കാണാനും രണ്ട് സ്ഥലങ്ങളിലും നിറഞ്ഞ് നിൽക്കുന്ന ആ ഒരു പുല്ലിൻ്റെ ഇത് കാണാൻ തന്നെ വളരെ മനോഹരമാണ്. ഓഫ് റോഡിങ് ട്രിപ്പിൽ അടുത്ത് നമ്മൾ കാണാൻ പോയത് ഒരു വളരെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടവും അതിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു 4 കിലോമീറ്റർ ലോങ് ആയിട്ടുള്ള ഒരു കനാലുമാണ്. അതിൻ്റെ ബ്യൂട്ടിയാണ് നിങ്ങളീ കാണുന്നത്. വെള്ളച്ചാട്ടം അതിൻ്റെ അടുത്ത് വരെ പോകാൻ പറ്റും. കുറച്ച് റിസ്ക്കിയാണ്, എന്നാലും കുറച്ച് പാറേൻ്റെ മുകളിൽ കൂടെ ഒന്ന് കയറി പോയി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് വരെ പോകാം. അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കാണാൻ. കിലോമീറ്റർ ലോങ് ആയിട്ടുള്ള ഈ കനാൽ ഒരു പാറേൻ്റെ ഉള്ളിൽ തുരങ്കം ആക്കിയിട്ടാണ് അത് കാണുന്നത്. അതിൻ്റെ ഫസ്റ്റ് ഒരു എൻട്രി പോയിൻ്റാണ് ഇത്. അതിൻ്റെ എൻഡിലുള്ള എൻട്രി പോയിൻ്റ് ഒരു ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള വ്യൂ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കുറച്ച് കഴിഞ്ഞാൽ കാണാം. അതിൻ്റെ ഉള്ളിലോട്ട് ഒബ്വിയസ്ലി ഇത് ഫുൾ ഇരുട്ടാണ്. അപ്പോൾ നമ്മൾ ക്യാമറയും കൊണ്ട് പോയി കഴിഞ്ഞാൽ കാണാൻ ഒന്നും പറ്റുന്നില്ല. ഒരു ടോർച്ച് എടുത്ത ആൾക്കാരെല്ലാവരും ഉള്ളിലോട്ട് നടന്നു പോകുന്നുണ്ട്. ഒരു 4 കിലോമീറ്റർ ഒന്നും നടക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഒന്നാമത് അതിൻ്റെ താഴെവശം ഫുൾ പാറയാണ്. അപ്പോൾ ഒന്നും കാണുന്നില്ല നടക്കുമ്പോൾ. അത് കുഴിയാണോ അവിടെ പാറയുണ്ടോ ഒന്നും കാണുന്നില്ല. കുറച്ച് നല്ല ഹൈറ്റിൽ വെള്ളം ഉണ്ട് താനും. അപ്പോൾ ഒന്ന് തപ്പിത്തടഞ്ഞൊക്കെ വേണം പോകാൻ.
പിന്നെ അട്ടയൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നത് വെള്ളത്തിനകത്ത്, പക്ഷേ പാമ്പൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒന്നും കാണാതെ ഇങ്ങനെ മുന്നോട്ട് നടക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ കുറേ ആൾക്കാർ മുന്നിൽ ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ബലത്തിൽ ഞാനും കുറച്ച് ദൂരമൊക്കെ നടന്നു. 4 കിലോമീറ്റർ ഒന്നും പോയില്ല ആരും, കുറേ ഒരു 1-1.5 കിലോമീറ്ററൊക്കെ പോയി തിരിച്ച് വരുന്ന ആൾക്കാരെ കാണാം ടോർച്ചൊക്കെ കയ്യിൽ എടുത്തിട്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് തീരെ സംസാരിക്കാൻ പറ്റില്ല, കാരണം ഭയങ്കരമായിട്ട് എക്കോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും ഓൺ ടൈമിലൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഭയങ്കര അവിശ്വസനീയമായൊരു കാഴ്ചയായിരുന്നു അത്. ഒരു 4 കിലോമീറ്റർ ലോങ്ങിൽ ഉള്ള ഒരു കനാൽ ഒരു പാറേൻ്റെ ഉള്ളിലേക്ക് കൂടെ ചെയ്തിട്ടുള്ള, അതിൻ്റെ അങ്ങേ എൻഡിൽ അവിടെ ഒരു ഗേറ്റ് പോലെ ഇട്ടത് മൂടിയിരിക്കുന്നതാണെന്നാണ് കൂടെ ഉള്ളവർ പറഞ്ഞത്. അതിൻ്റെ ബ്യൂട്ടി നമുക്ക് കാണാം. ആ കനാലിൻ്റെ അങ്ങേ എൻഡ് ആണ് ആ കാണുന്നത് എന്നാണ് ഞങ്ങൾ കൊണ്ടുപോയ ജീപ്പിലുള്ള ചേട്ടൻ പറഞ്ഞത്. ആ 4 കിലോമീറ്ററിൻ്റെ എൻഡിലുള്ള ആ വ്യൂ ആണ് നിങ്ങളിവിടെ കാണുന്നത്. കേരളത്തിലെ തേയിലത്തോട്ടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിൽ വരുന്നത് മുന്നാറാണ്. പക്ഷേ വാഗമണ്ണും അതിൽ തീരെ കുറവല്ല. കണ്ണെത്താ ദൂരത്തോളം ഇങ്ങനെ പരന്നു കിടക്കുന്ന തേയിലത്തോട്ടങ്ങൾ നമുക്ക് വാഗമണ്ണിൽ കാണാം. ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടീഷുകാരുടെ സമ്മർ ക്യാമ്പായിരുന്നു ഇങ്ങനെയുള്ള എല്ലാ മൗണ്ടെയിൻ ഏരിയാസ് ആണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ വാഗമണിൻ്റെ വീഡിയോ ഒരു തേയിലത്തോട്ടത്തിൻ്റെ ബ്യൂട്ടി കൂടെ കാണിക്കാതെ എങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റുമല്ലേ?
വാഗമണ്ണിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ തൊടുപുഴയ്ക്ക് അടുത്ത് മലങ്കര ഡാമിൻ്റെ അടുത്തുള്ള ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. സ്റ്റാൻഡ് സ്റ്റില്ലായി കിടക്കുന്ന വെള്ളം, അങ്ങനെ ഒഴുകുന്ന വെള്ളമല്ല, പക്ഷേ ഒരു ചിത്രം വരച്ച പോലെയുണ്ട് ഇത് കാണാൻ. റോഡിൽ നിന്ന് ഇതിൻ്റെ ഒരു ബ്യൂട്ടി കണ്ടിട്ടാണ് ഞാൻ ഇതിൻ്റെ അടുത്ത് വന്നത്. ആ ബ്യൂട്ടി നമുക്ക് കണ്ടു നോക്കാം. ഇവിടുന്ന് കുറച്ച് ഒരു 1.5-2 കിലോമീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മലങ്കര ഡാമും അവിടത്തേക്കുള്ള എൻട്രിയും അതിൻ്റെ അടുത്തൊരു ചിൽഡ്രൻസ് പാർക്കും ഒക്കെ കാണാം. അവിടെ കുറച്ച് നടക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. സ്ഥല പരിമിതി കാരണം ഞാൻ അങ്ങോട്ട് പോയില്ല. പക്ഷെ അതിൻ്റെ മുന്നേ കാണുന്ന ഇത്രയും രസം അവിടെ ചെന്നാലും ഇല്ല എന്ന് തോന്നി അതിൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് വരെ പോയപ്പോൾ. അപ്പോൾ വാഗമണ്ണിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയിലും ഇതിന് മുന്നേ ചെയ്ത ഒരു വീഡിയോയിലുമാണ് വാഗമണ്ണിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. ഇത് മാത്രമല്ല, ഒത്തിരി ഇനിയും സ്ഥലങ്ങൾ അവിടെ കാണാനുണ്ട്. ഏത് സ്ഥലത്ത് നമ്മൾ പോയാലും അവിടുത്തെ എല്ലാ വ്യൂ പോയിൻറ്റ്സും കാര്യങ്ങളൊന്നും നമുക്ക് കവർ ചെയ്ത് വരാൻ പറ്റില്ല. ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും വീണ്ടും തിരിച്ച് ആ സ്ഥലത്തേക്ക് ഒന്നുകൂടെ വരണം, അവിടെയുള്ള ബാക്കി വിശേഷങ്ങൾ കാണണം എന്നൊക്കെ മനസ്സിൽ കരുതിയാണ് ആ സ്ഥലങ്ങൾ അവിടെ നിന്ന് വിട്ട് തിരിച്ചു വരുന്നത്. അതുപോലെ തന്നെയാണ് വാഗമണ്ണും. ഒത്തിരി ഇനിയും കാര്യങ്ങൾ വാഗമണ്ണിൽ കാണാനുണ്ട്. അത് പിന്നീട് ഒരു അവസരത്തിലാകട്ടെ. എൻ്റെ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ക്ലിക്ക് ദ ലൈക്ക് ബട്ടൺ. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ.